ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു ചെറിയ വീഡിയോ കേട്ടോ. ഞാനൊരു 2 മാസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. ഞാൻ വലിയ കാര്യത്തിൽ ഓൺ വോയിസ് ഒക്കെ കൊടുത്ത് വീഡിയോ ഇടാമെന്നൊക്കെ കരുതി എടുത്ത വീഡിയോ ആണ്. പക്ഷേ ഇത് കേട്ടിട്ട് എനിക്ക് തന്നെ ക്രിഞ്ചടിച്ചുകൊണ്ട് ഞാൻ കരുതി വേണ്ട, വോയിസ് ഓവർ തന്നെ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു കുഞ്ഞു വീഡിയോ കേട്ടോ. ഞാൻ ആര്യൻകുട്ടനെ ഡേ കെയറിലാക്കി. അപ്പോൾ ഡേ കെയറിലേക്ക് ഞാൻ വീട്ടിൽ നിന്ന് നടന്നാണ് പോകുന്നത് അവനെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അവൻ ആ വിട്ട സമയത്ത് ഞാൻ ഉച്ചയാകുമ്പോൾ പോയി കൊണ്ടുവരുമായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് നടന്ന ഒരു 20 മിനിറ്റോളം ഉണ്ട് നടന്ന് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ അവനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് കരുതി പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിത് 2 മാസം മുന്നേ എടുത്താന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഫോളിൻ്റെ ടൈം ആയിരുന്നു. അപ്പോൾ നല്ല വെതറൊക്കെ ആയിരുന്നു നടന്നു പോകാൻ. അങ്ങനെ അപ്പോൾ ഞാൻ വീടൊക്കെ പൂട്ടി ഇറങ്ങി. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ബേസ്മെൻറ്റിലാട്ടോ. അപ്പോൾ ഞാനൊരു ദിവസം ബേസ്മെൻറ്റിൻ്റെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. റൂമും വീടിൻ്റെ അകം ഹോം ടൂർ അത് തന്നെ അത് കാട്ടിത്തരാം കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം ഇവിടെ നല്ല വിൻ്ററിൻ്റെ ടൈമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്, നല്ല മഞ്ഞൊക്കെയാണ്. ഇപ്പോൾ ഇങ്ങനെ കതക് തുറക്കുമ്പോഴേ കാണുന്ന ഈ പച്ചപ്പും ഹരിതാപവും ഒക്കെയാണ്. അപ്പം വെയിറ്റ് ചെയ്യുവാണ്. ഇനി ഒരു 2 മാസം കൂടെ കഴിയുമ്പം ഈ പച്ചപ്പ് ഹരിതാപമൊക്കെ തിരിച്ചു വരും. അപ്പം നല്ല വെതറായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ എനിക്കിങ്ങനെ നടന്നൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവനുള്ളപ്പോൾ മാത്രമേ ഞാൻ വണ്ടിക്ക് പോകത്തുള്ളൂ. ഒന്നെങ്കിൽ ചേട്ടായി കൊണ്ടുവിടും, അല്ലെങ്കിൽ ഞാൻ ഊബർ എടുത്ത് പോകും. അങ്ങനെയാട്ടോ. അല്ലാത്ത സമയം ഞാൻ ഒന്നെങ്കിൽ അവനെ കൊണ്ടുവിട്ടിട്ട് ഞാൻ ബസ്സിന് വരും, അല്ലെങ്കിൽ ഞാൻ നടന്നു വരും. അങ്ങനെയായിരുന്നേ. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട്. എനിക്കിതിനെ നടന്നു പോകുമ്പോൾ ഇവിടെ തിരിച്ചിങ്ങനെ ഫോൺ വെച്ചാൽ നമുക്ക് നല്ല നല്ല ഫ്രെയിമുകളൊക്കെ കിട്ടും കേട്ടോ. ഈ ഒരു ടൈം കൂടെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല പൂക്കളും പുഷ്പങ്ങളും കുറേ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ വീടുകളൊക്കെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഞങ്ങൾ താമസിക്കുന്ന ഈ ഏരിയയിലെ വീടുകളെല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കും. പിന്നെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് ഒരു ടൗൺ ഏരിയയിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ട്. നല്ല ക്യൂട്ടായിട്ട് നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള വീടുകളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ പോകുന്ന വഴിക്കാണ് ഈ ആപ്പിൾ മരം കണ്ടത്. നമ്മൾ നടന്നു പോകുമ്പോൾ, നമ്മുടെ നാട്ടിൽ നടന്നു പോകുമ്പോൾ നമ്മൾ പേരയ്ക്കയും ചാമ്പങ്ങയൊക്കെ കഴിക്കുന്ന പോലെ ഇവിടെ നമുക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ ആപ്പിളൊക്കെ പറിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ വന്ന ടൈമിലൊക്കെ ഭയങ്കര ഇതായിരുന്നു. ആപ്പിൾ മരം, ആപ്പിൾ പറിക്കുന്നു, ആപ്പിൾ മരത്തേതൊക്കെയുള്ള ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ നമുക്ക് അങ്ങനെ തോന്നില്ല, നമ്മളിത് കാണുന്ന കാഴ്ച ആയതുകൊണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു ആപ്പിൾ പറിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ എനിക്ക് എത്തുന്ന ആ രീതിക്കൊരു ആപ്പിൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് കേടായിരുന്നു. പിന്നെ ഞാൻ കഴിച്ചൊന്നുമില്ല. ഈ റോഡ് സൈഡിൽ നിൽക്കുന്നതായതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിച്ചൊന്നുമില്ല. അങ്ങനെ ഞാൻ ആപ്പിൾ പറിക്കുക കേട്ടോ. കേട്ടോ, ഞാൻ വന്ന ടൈമിൽ ഞങ്ങളിങ്ങനെ ആപ്പിൾ പിക്കിങ്ങിന് പോയി കേട്ടോ. ഒരു കാടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പറിക്കായിരുന്നു. ചെറിയൊരു $1 നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് പറിച്ചു കൊണ്ടുവരായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ പല പല പേരുകളുണ്ട് കേട്ടോ ഈ ആപ്പിളിൽ തന്നെ. കണ്ടോ, ഇത് ഞാൻ കേടാണ്, പിന്നെ ചെറുതുമാണ്. അങ്ങനെ പിന്നെ ഞാനതൊക്കെ അവിടെ കളഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ നടന്നു. പിന്നെ ഈ ഒരു ഫോൾ ടൈമിൽ ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ മരങ്ങളുടെ ഇലയുടെ കളറെല്ലാം ഇങ്ങനെ മാറും. അതായത് പച്ച, ഈ ഒരു മഞ്ഞ, റെഡ്, ഈ ബട്ടണിൽ ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ഭംഗിയാണ് കാണാനായിട്ട്. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്ര കൈ കണ്ടോ. ഇതിന്റെ ഒരു നമുക്കുള്ള സ്ഥലമൊക്കെ ഈ മരങ്ങളെല്ലാം തിങ്ങി നമുക്ക് സ്ഥലങ്ങളിലൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പൊ ഞാൻ സിഗ്നലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അവിടെ ഒരു ബട്ടണിൽ നമ്മളിങ്ങനെ പുഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വരാനുള്ള സിഗ്നൽ കാണിക്കും കേട്ടോ. സിഗ്നലാകുമ്പോൾ നമുക്ക് നടന്ന് ക്രോസ് ചെയ്യാനായിട്ടുള്ള സിഗ്നൽ കാണിക്കും. അപ്പോൾ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ആ സിഗ്നലൊക്കെ കിട്ടി. അങ്ങനെ നമ്മളിതേ ക്രോസ് ചെയ്തിട്ട് നടന്നു പോവാം. അപ്പോൾ ഈ ഒരു ടൈമിൽ പല ഇലകളുടെയും കളറ് മാറി വരുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയാണ്. എനിക്ക് വീണ്ടും എനിക്ക് ഈ ഒരു സീസണാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി പോകുന്ന വഴിക്കെല്ലാം ഞാൻ ഈ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഈ വീടുകളുടെ ഭംഗി, അവർ നട്ടിരിക്കുന്ന ചെടികൾ, പൂക്കൾ, അങ്ങനെ നല്ല രസമാണ് അതൊക്കെ കണ്ടിങ്ങനെ നടന്നു പോകാൻ. നല്ല വെതറൂടെ ആയതുകൊണ്ട് നമുക്ക് പതുക്കെ പോയാൽ മതി. ഞാൻ പോകുന്ന ടൈമിലേക്ക് ഉച്ചയാവുന്നതേ ഉള്ളൂ. അപ്പോൾ പതുക്കെ അവിടെ എത്തിയാൽ മതി. അങ്ങനെ ഞാൻ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുക. മുന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ പുറത്തെടുത്ത് വെച്ചാൽ ആവശ്യമുള്ളവരാണെങ്കിൽ അത് കൊണ്ടുപോയിക്കോളും. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളായിരുന്നത്. ഈ
പോകുന്ന വഴിക്കെല്ലാം നല്ല തണൽ മരങ്ങളുണ്ട് കേട്ടോ. ഈ മരത്തിൻ്റെയൊക്കെ കണ്ടോ ഇലയുടെ കളറൊക്കെ ഇങ്ങനെ പതിയെ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ തിങ്ങി നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. പിന്നെ ഞാൻ കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള വീടൊക്കെ കണ്ടോ. പിന്നെ ഈ മഞ്ഞായി കഴിഞ്ഞാൽ ഫുൾ ഇലയെല്ലാം കൊഴിഞ്ഞ് കമ്പ് മാത്രം നിൽക്കും കേട്ടോ. പിന്നെ ആ ഒരു സ്പ്രിങ് ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും ഇലയെല്ലാം കിളിച്ച് വരും. നല്ല ഭംഗിയാണ് അതൊക്കെ കണ്ട്, രസമാണ്. അങ്ങനെ ഞാൻ പതിയെ നടന്ന് ഇനിയിപ്പം ഡൗൺ ടൗൺ എത്തി കേട്ടോ. ഇവിടെ നിന്ന് ഇനി കുറച്ചുകൂടെ നടന്നു പോകാനേ ഉള്ളൂ. അങ്ങനെ ഈ വഴിയിൽ നേരെ ചെല്ലുന്ന അവൻ്റെ ഡേ കെയറിലേക്കാട്ടോ. അപ്പോൾ ഒരു ദിവസം ഞാൻ ഡേ കെയറിൻ്റെ വിശേഷങ്ങളും കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോകളൊക്കെ എടുത്ത് എല്ലാം ഇതാണോ എടുക്കണം, എല്ലാം എഡിറ്റ് ചെയ്തിടണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ചില സമയത്ത് ഒന്നെങ്കിൽ സമയം അല്ലെങ്കിൽ മടി എല്ലാം കൂടെ വരുന്ന ആ ഒരു ഇതായതുകൊണ്ടാണ് ഇതൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ കാണിക്കാം ഇതൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ അവൻ്റെ ഡേ കെയർ. അപ്പോൾ ഞാൻ അകത്തെ ഒന്നും കാണിക്കുന്നില്ല, ഞാൻ തുടക്കമായതുകൊണ്ട് എനിക്ക് എടുക്കാനൊക്കെ മടിയായിരുന്നു. ഇനിയിപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ടൊക്കെ എടുക്കാം, അത് കുഴപ്പമില്ല. അപ്പോൾ ഞാനൊരു ദിവസം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഏരിയയിലാട്ടോ ഇവർ കളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ ക്ലാസ്സിനും ഇങ്ങനെ ഓരോ പ്ലേ ഏരിയ ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ആര്യക്കുട്ടിനെ കൂട്ടി ഊബർ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക്